ഗുരുവിന്റെ മരണശേഷം അതെ, ഗുരു സമാധിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ആത്മബോധത്തിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ചത്. അദ്ദേഹം സ്വപ്നത്തിൽ വരികയായിരുന്നു. എങ്ങനെയാണ്? അല്ല, അദ്ദേഹത്തിന്റെ ആത്മാവുമായിട്ട് എനിക്ക് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സിമ്പലുകൾ എന്ന് പറയുമ്പോൾ ഹീലിംഗിൽ നമ്മളൊരു സിമ്പൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സിമ്പലുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി ഫീൽഡിനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽഡിനെ നമുക്ക് സൃഷ്ടിക്കണം. അപ്പം അങ്ങനെ സിമ്പലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സാധാരണ ആളുകൾക്ക് പോലും ഒരു ഹീലറായി മാറുന്ന സമയത്ത് അവർക്ക് ആ എനർജിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ സിമ്പലും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു എനർജി ഫീൽഡിനെ ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാം ഏറ്റവും ബേസിക് തലത്തിൽ എനർജി തന്നെയാണ് അല്ലേ. അപ്പം ഞാനും താങ്കളും എല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള തലത്തിൽ എനർജിയാണ്. നമ്മുടെ ശരീരത്തെ പറ്റി നോക്കിയാൽ അത് കോശങ്ങളെ കാണാം. ദീക്ഷ വാങ്ങാതെ ഇന്ന് പലരും ഇത്തരത്തിലുള്ള ഹീലിങ്ങും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ആൾദൈവമായിട്ട് മാറുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. തങ്ങളൊരു മീഡിയമാണ്, തങ്ങൾക്ക് ഗുരുദീക്ഷ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും തങ്ങൾക്ക് ഈ പവർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഇതുമായി കണക്ട് ആകുന്നത്? അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് ജന്മനാ തന്നെ അങ്ങനെയുള്ള ആ ഒരു കുണ്ടലിനി ശക്തിയുടെ അനുഭവം ഉണ്ടാവുകയും. യശ ഗുരുജി, നമസ്കാരം. നമസ്തേ ഗുരുജി, നമ്മുടെ ഈ ഒരു ഫീൽഡുമാണ് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾക്ക് എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളാണ് ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അങ്ങയുടെ ഈ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം, അല്ലെങ്കിൽ തുടക്ക നാളുകളിലാണല്ലോ ഈ അത്ഭുതങ്ങൾ കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ ഭാഗമായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന് കാരണമായ ഒരു അനുഭവം കൂടിയാണ് ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഗുരുവുമായി ബന്ധപ്പെട്ട അനുഭവം എന്ന് പറയുമ്പോൾ ഗുരു ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സമാധിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ ആത്മാവിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് വഴി എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഗുരുവിന്റെ മരണശേഷം അല്ലെങ്കിൽ ഗുരുവിന്റെ സമാധിക്ക് ശേഷം, അതെ, ഗുരുവിന്റെ സമാധിക്ക് ശേഷം ഗുരുവിന്റെ ആത്മബോധവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് എനിക്ക് വളരെ വലിയ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. എന്തായിരുന്നു അത്? എങ്ങനെയായിരുന്നു? ആത്മീയ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധിയായിട്ടുള്ള ആത്മീയ അനുഭവങ്ങൾ എനിക്കെൻ്റെ ഈ ഒരു സ്പിരിച്വൽ ജേണിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് സമാധിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മബോധവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ഇൻഫർമേഷൻ എനിക്ക് നൽകപ്പെടുകയുണ്ടായി. അത് ഗുരുവിന്റെ മരണശേഷം, അതെ, ഗുരു സമാധിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ആത്മബോധത്തിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ചത്. അദ്ദേഹം സ്വപ്നത്തിൽ വരികയായിരുന്നു. എങ്ങനെയാണ്? അല്ല, അദ്ദേഹത്തിന്റെ ആത്മാവുമായിട്ട് എനിക്ക് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ധ്യാനത്തിലിരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ആ ഒരു ആത്മബോധവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയും എനിക്ക് അതുവരെ എൻ്റെ ബോധത്തിലോ എൻ്റെ ചിന്തകളിലോ എൻ്റെ അറിവിലോ ഇല്ലാത്ത പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങനെയുള്ള അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഹീലിംഗ് മെത്തേഡ് ഉണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഹീലിംഗ് മെത്തേഡാണ് ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് മരുന്നോ മന്ത്രങ്ങളോ ഒന്നും കൂടാതെ തന്നെ നമ്മുടെ എനർജിയെ വെച്ചിട്ട് നമുക്ക് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് നേരിട്ട് ലഭിച്ചതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും അതിൻ്റെ സിമ്പലുകളും കാര്യങ്ങളും ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഗുരു ആ സമയത്ത് സമാധിയാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സമാധിയായതിനു ശേഷം ആ കാര്യങ്ങളിലേക്ക് എങ്ങനെ ഞാൻ ആഴത്തിൽ കടന്നു പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും അത് ഞാൻ നിരന്തരമായിട്ട് എൻ്റെ ധ്യാനത്തിൽ എൻ്റെ ഒരു ഇൻറ്റൻഷനായിട്ട് അത് വെച്ചുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ധ്യാനിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് ശേഷമാണ് ഗുരുവിൻ്റെ ആ ആത്മബോധത്തിൽ നിന്ന് എനിക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ ഒരു അനുഭവം കിട്ടുകയാണ്, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിങ്ങിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിമ്പലുണ്ട്. ആ ഒരു സിമ്പല് നമ്മളുടെ കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു പാറയിൽ അത് കൊത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വളരെ
ധ്യാനാത്മകമായിട്ടിരിക്കുകയും ഞാനുമായിട്ട് എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കുമല്ലോ ഈ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ വളരെയധികം മാസങ്ങളോളം സെർച്ച് ചെയ്യുകയും അങ്ങനെ സെർച്ച് ചെയ്ത് ഒരിക്കൽ എനിക്ക് അങ്ങനെ ഒരു പാറയിൽ ഒരു കൊത്തപ്പെട്ട ഒരു സിമ്പിൾ എൻ്റെ കണ്ണിൽ പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ധ്യാനത്തിലൂടെ ഞാൻ ഗുരുവിൻ്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് ഇത് തന്നെയാണ് ആ സിമ്പിൾ എന്നുള്ളത് ഉറപ്പിച്ചെടുക്കുകയും ആ സിമ്പിളാണ് ഇന്ന് നമ്മൾ ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള സിമ്പിൾ എന്ന് പറയുന്നത്. അതായിരുന്നു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ്. അത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. അതുപോലെ തന്നെ അത് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇൻഫർമേഷനും കൂടിയായിരുന്നു അത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ടും ആ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഹീൽ ചെയ്യാനായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ നിന്നുമാണോ അങ്ങ് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ദിയേഗ കോൺഷ്യസ് എനർജി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വികസിപ്പിച്ചെടുക്കാൻ കാരണമായത്? തീർച്ചയായിട്ടും എനിക്ക് ആ സിമ്പിൾ ഗുരുവിൻ്റെ ആത്മബോധത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡ് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും അങ്ങനെ അത് ലോകത്തിലേക്ക് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത് ആ ഗുരുവിൻ്റെ ആത്മബോധവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ്. ഈ ഹീലിംഗിൽ സിമ്പിൾസുകൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? അല്ലെങ്കിൽ ഗുരുവിൽ നിന്നും ആ ഒരു സിമ്പിൾ പഠിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഗുരു ഒരു പാറയിൽ അത് കൊത്തിവെച്ചിട്ടുണ്ട്, നിങ്ങളത് പോയി കാണണം അല്ലെങ്കിൽ നീ അത് കണ്ടെത്തുമെന്ന് പറയണമെങ്കിൽ സിമ്പിളുകൾക്ക് എന്താണ് ഹീലിംഗിൽ ആവശ്യകത അല്ലെങ്കിൽ പ്രത്യേകത? സിമ്പിളുകൾ എന്ന് പറയുമ്പോൾ ഹീലിങ്ങിൽ നമ്മളൊരു സിമ്പിൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സിമ്പിളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി ഫീൽഡിനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽഡിനെ നമുക്ക് സൃഷ്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഗുരുക്കന്മാർ അവരുടെ ആ ഈശ്വരീയ ചൈതന്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മബോധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എനർജി ഫീൽഡുകളാണ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾ നമ്മളൊരാൾ വരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽഡിലേക്ക്, ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എൻ്റെ ഗുരു അല്ല ഈ സിമ്പിൾ അവിടെ വരച്ചിട്ടുള്ളത്. ഞാൻ കണ്ടെത്തിയ സിമ്പിൾ ആ പർട്ടിക്കുലറായിട്ടുള്ള സ്ഥലത്ത് വരച്ചത് ഒരിക്കലും എൻ്റെ ഗുരുവല്ല. കാരണം അത് ഏകദേശം ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് വരയ്ക്കപ്പെട്ട ഒരു സിമ്പിളാണത്. അപ്പോൾ എവിടെയായിരുന്നു ആ സ്ഥലം? ആ സ്ഥലം പർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കൂടെ ബോർഡറായിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ പറ്റി ഇപ്പം ഞാൻ പറയുന്നില്ല. എന്തായാലും സമീപഭാവിയിൽ തന്നെ അവിടെ നമ്മുടെ ആശ്രമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിളുകൾ, അതായത് എത്ര തരത്തിലുള്ള സിമ്പിളുകൾ ഉണ്ട് ഇങ്ങനെയുള്ള ഹീലിങ്ങുകൾ? അങ്ങനെ പറയുന്ന സമയത്ത് ഓരോ ഹീലിംഗ് മെത്തേഡുകളിലും പല രീതിയിലുള്ള സിമ്പിളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള സിമ്പിളുകൾ ഉപയോഗിക്കാറുണ്ട്, നോർമൽ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള സിമ്പിളുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ഹീലിംഗ് സിസ്റ്റത്തിൽ ശരിക്കും 3 സിമ്പിളുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആ 3 സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ ഹീലിങ്ങുകളും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. പ്രധാനമായിട്ട് ആ 3 സിമ്പിൾ തന്നെ മതിയാവും. ഈ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സിമ്പിളുകളാണ് നമുക്ക് ആവശ്യം? അതായത് സിമ്പിളുകളാണോ അവിടെ വേണ്ടത്, അതോ ആ ചെയ്യുന്ന ആളുടെ പവറാണോ അവിടെ വേണ്ടത്? ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂളാണ്. നമ്മളിപ്പോൾ ഒരു ഹീലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ഹീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹീലിംഗ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അവിടെ ആ ഹീലിംഗ് ചെയ്യുന്ന മെത്തേഡുകളും ആ എനർജിയെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള കഴിവുകളുമാണ് നമ്മളൊരു ഹീലറായി മാറുന്ന സമയത്ത് നേടിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഹീലിങ്ങിന് നമ്മളെ സഹായിക്കുന്ന എനർജി ഫീൽഡുകളെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിനുള്ള സിമ്പിളുകൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ സിമ്പിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സാധാരണ ആളുകൾക്ക് പോലും ഒരു ഹീലറായി മാറുന്ന സമയത്ത് അവർക്ക് ആ എനർജിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ സിമ്പിളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു എനർജി ഫീൽഡിനെ നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. കാരണം എല്ലാ വ്യക്തികളും ഒരുപോലെ ഇപ്പോൾ ഹീലിംഗ് പഠിച്ചതുകൊണ്ട് മാത്രം എല്ലാ വ്യക്തികളും ഹീലിംഗ് ചെയ്യാൻ പറ്റണമെന്നില്ല, അവർ ചെയ്താൽ ഫലിക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആ ഒരു ഹീലിംഗ് വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ദീക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഒരാളുടെ എനർജിയെ മാറ്റുന്നത്. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി ഒരു ഹീലറായി മാറുന്ന സമയത്ത് അവരുടെ എൻ്റയർ സിസ്റ്റത്തിലുള്ള ആ എനർജി ഫീൽഡുകൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ആ എനർജി സിസ്റ്റം മാറിയെങ്കിൽ മാത്രമേ
അവർ കൊടുക്കുന്ന എനർജിയിലൂടെ ഒരു ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ ഒരാൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഹീലിംഗ് മെത്തേഡ് പഠിപ്പിച്ച് അതിന് ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ആ ഹീലിംഗ് മെത്തേഡിലൂടെ അവർക്ക് ഏതൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി ഫീൽഡ് സൃഷ്ടിക്കാനായിട്ടും അങ്ങനെ ആ എനർജി ഫീൽഡ് സൃഷ്ടിക്കുമ്പോൾ അതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അതിന് വേണ്ടിയിട്ട് സിമ്പലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഒരു ഹീലർ എന്ന് പറയുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഒരു മീഡിയമാണ്. അപ്പം അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഹീലർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് അയാളൊരു പവർഫുൾ ഹീലർ ആകണമെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള സാധന വേണമെന്നുള്ളതാണ്. ധ്യാനവും അതുപോലെ തന്നെ യോഗ വിദ്യകളും ഹീലിംഗ് പ്രാക്ടീസുകളും ഒക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു ഹീലിംഗ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരു ഹീലറായി മാറുന്നില്ല. അപ്പം നമ്മളൊരു ഹീലിംഗ് പഠിച്ച് ആ ഗുരുവിൽ നിന്ന് നമ്മളതിൻ്റെ ദീക്ഷ എടുത്തു കഴിയുമ്പോൾ ആ ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹീലിംഗ് മെത്തേഡ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ ഹീലിംഗ് ഫീൽഡുകളിലേക്ക്, അതായത് ഹീലിംഗ് എനർജിയുടെ ഫീൽഡുകളിലേക്ക് നമുക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ധ്യാനത്തിലൂടെ കടന്നു പോവുകയും ആ ഗുരു തത്വവുമായിട്ട് നമ്മളെപ്പോഴും ഒന്നായി തീരുകയും ചെയ്യണം. അല്ലെങ്കിൽ ഗുരു തത്വവുമായിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു കണക്ഷനിൽ നിൽക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം ഗുരു പരമ്പരകളിലൂടെയാണ് നമുക്ക് ഈ ഹീലിംഗ് മെത്തേഡും ഈ എനർജിയും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാം ഏറ്റവും ബേസിക് തലത്തിൽ എനർജി തന്നെയാണ്, അല്ലേ? ഇപ്പം ഞാനും താങ്കളും എല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള തരത്തിൽ എനർജിയാണ്. നമ്മുടെ ശരീരത്തെ പറ്റി നോക്കിയാൽ അതിൽ കോശങ്ങളെ കാണാം. ആ കോശങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ആറ്റങ്ങളാണ്. ആ ആറ്റങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അതിൻ്റെയും അടിസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കോർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ശാസ്ത്രം ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും അടിസ്ഥാനത്തിലേക്ക് പോയാൽ നമ്മൾ എനർജിയാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എനർജി വേൾഡാണ്. അപ്പോൾ ആ എനർജി വേൾഡിൽ നിൽക്കുന്ന സമയത്ത് ആ ഹീലിംഗ് എനർജിയെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ചില ഫീൽഡുകളുണ്ട്. എന്ന് വെച്ചാൽ അത് ഗുരുപരമ്പരകളിൽ നിന്ന് അറ്റ്യൂൺ ചെയ്യപ്പെട്ട് നമുക്ക് വരുന്ന ആ ഒരു ഫീൽഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡുകളെ ആക്സസ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരാളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഹീലിംഗ് നമ്മൾ പഠിപ്പിച്ച് ദീക്ഷ കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ഒരാളിൽ ആ മാറ്റം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അറ്റ്യൂൺമെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിരന്തരമായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ധ്യാനത്തിലൂടെ ആ ഗുരുതത്വവുമായിട്ട് എപ്പോഴും കണക്റ്റഡായി ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ഒരു ഹീലറായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ആ ഒരു സത്യസന്ധതയും ആ ഒരു സാത്വികമായ പ്രവൃത്തികളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ കള്ളം കുടിച്ച് അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തികളൊക്കെ അധമമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാൾ ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഗുരുതത്വമായിട്ട് അവർക്ക് ഒരിക്കലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും എല്ലാം ആ ഒരു സാത്വികമായ രീതിയിൽ ആയെങ്കിൽ മാത്രമേ ആ ഗുരുതത്വമായിട്ട് കണക്ട് ചെയ്ത് ഹീലിംഗ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീക്ഷ വാങ്ങാതെ ഇന്ന് പലരും ഇത്തരത്തിലുള്ള ഹീലിങ്ങും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അവർ ജനിച്ചപ്പോൾ മുതൽ പിന്നീട് അവർ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് എന്തോ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ആൾ ദൈവമായിട്ട് മാറുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇവരാരും ദീക്ഷ വാങ്ങിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അവർ പലപ്പോഴും പറയാറുണ്ട് തങ്ങളൊരു മീഡിയമാണ്, തങ്ങൾക്ക് ഗുരുദീക്ഷ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും തങ്ങൾക്ക് ഈ പവർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഇതുമായി കണക്ട് ആകുന്നത്? ഗുരുവിൽ നിന്നുമാണ് ഈ ദീക്ഷ വാങ്ങിച്ച് അറ്റ്യൂൺ ചെയ്ത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഒരു ശക്തി ലഭിക്കുന്നത്? അതിനകത്ത് പറഞ്ഞാൽ വളരെ വളരെ കൈവിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് ജന്മനാ തന്നെ ഇങ്ങനെയൊരു ശക്തിയുള്ളത്. അത് അവരുടെ സഞ്ചിത കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മുൻ ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും ആ ഒരു ഗുരുതത്വവുമായിട്ട് കണക്ട് ചെയ്യപ്പെടാനും ആ ഗുരുവിൽ നിന്ന് അവർക്ക് ദീക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. കാരണം നമ്മൾ PLR ഒക്കെ ചെയ്യുന്ന സമയത്ത്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും അവരുടെ മുൻ ജന്മങ്ങളിൽ തന്നെ ഈ പറഞ്ഞ ഗുരുതത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ അവിടെ നിന്ന് ദീക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പുനർജനിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ഒരു പക്ഷേങ്കിൽ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലറായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് ജന്മനാ തന്നെ അങ്ങനെയുള്ള ആ ഒരു കുണ്ടലിനി ശക്തിയുടെ അനുഭവം ഉണ്ടാവുകയും ആ ഒരു അനുഭവത്തിലൂടെ അവർക്ക് അങ്ങനെയുള്ള ഹീലിംഗ് എബിലിറ്റി അവരിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സാധാരണ ഇതിൽ അവരെ നമുക്ക് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവരെപ്പോഴും ഒരു സാത്വികമായ ജീവിതം നയിക്കുന്നവരായിരിക്കും. അവർക്ക് പ്രത്യേകമായിട്ട് ഇപ്പം വളരെ കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കില്ല. അപ്പോൾ അവർ ആ ഒരു അവരുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ
അവർ ആ സാത്വികമായ ജീവിതം നയിക്കുകയും അങ്ങനെ പോകുന്ന ആളുകളായിരിക്കും. എന്നാൽ നമുക്കറിയാം, ഇപ്പം പറഞ്ഞ പോലെ ആൾ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ചമഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അങ്ങനെ ഈ ആളുകളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ആൾ ദൈവങ്ങളുമായിട്ട് ചമഞ്ഞ് നടക്കുകയും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈശ്വരൻ ഞാനാണ്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഇനി വരാൻ പോകുന്നത് അടുത്ത ജീസസ് ക്രൈസ്റ്റ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ആളുകളാണ്. അവർക്കൊന്നും ആ എനർജി ഉണ്ടാവില്ല. പക്ഷെ അവർ പല രീതിയിലുള്ള തട്ടിപ്പുകൾ കാണിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം അവരുടെ തന്നെ ഒരു ഗ്രൂപ്പിലെ ആളുകളെ വെച്ചിട്ട് അവർ ഒരു ഹീലിംഗ് എനർജി കൊടുക്കുന്ന സമയത്ത് അവരിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതായിട്ടൊക്കെയുള്ള കോമഡികളൊക്കെ കാണിക്കും. അതൊന്നും ശരിയായ രീതിയിലുള്ള അനുഭവങ്ങളല്ല. അതിലൂടെയൊന്നും യാതൊരു മാറ്റങ്ങളും ജനങ്ങൾക്ക് വരുന്നില്ല. കാരണം അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പരിപാടികൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ജന്മനാ കഴിവുള്ളവരോ അല്ലെങ്കിൽ ഗുരുതത്വവുമായിട്ട് ബന്ധപ്പെട്ട് ദീക്ഷ എടുത്തിട്ടുള്ളവരോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൊടുന്ന ആളുകളിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഹീലിങ്ങുകളിൽ ഈ അനുഭവങ്ങൾ 100% ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം.